ഹലോ, ഇന്ന് നമ്മൾ നല്ല നാടൻ രീതിയിൽ നല്ല അടിപൊളി നെല്ലിക്കച്ചാറാണ് ഉണ്ടാക്കാൻ പോണേ. ആദ്യം തന്നെ ചട്ടി ചൂടാക്കാൻ വെക്കണം. ചട്ടി നന്നായി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ആ നല്ലെണ്ണ നന്നായി ചൂടായി വരാൻ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമുക്ക് കടുക് പൊട്ടിക്കാനുള്ളതാണ്. അപ്പോൾ നന്നായി എണ്ണ ചൂടായാലേ കടുക് പൊട്ടി വരുള്ളൂ. അതുകൊണ്ട് എണ്ണ നന്നായി തിളയ്ക്കണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് എണ്ണ നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ ആവശ്യത്തിന് വേണ്ട കടുക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് കടുക് പൊട്ടി തുടങ്ങാൻ നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് കടുക് നന്നായി പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഒരു 3-4 വെളുത്തുള്ളി ഇടണം. വെളുത്തുള്ളി ഇടുമ്പോൾ അച്ചാറിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെളുത്തുള്ളി ഇടുന്നത്. വെളുത്തുള്ളി ഇട്ടിട്ട് ആ വെളുത്തുള്ളി ഒന്ന് മുരിയണ വരെ വെയിറ്റ് ചെയ്യണം. വെളുത്തുള്ളി കരിഞ്ഞു പോവാണ്ട് മുരിയണ വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നന്നായി ഇങ്ങനെ ഇളക്കി കൊടുക്കണം. എങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വെളുത്തുള്ളി കരിയാതെ സൂക്ഷിച്ചോളൂ കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് നന്നായി മുരിച്ചെടുക്കണം. എന്നിട്ട് 3-5 വേപ്പിലയും കൂടെ തൂക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേപ്പിലയും ഇഞ്ചിയും കരിവേപ്പിലയും എല്ലാം നന്നായി എണ്ണയിൽ ഇങ്ങനെ മുരിച്ചെടുക്കണം. എന്ന് വെച്ചാൽ കരിഞ്ഞു പോകാൻ പാടില്ല, നന്നായി മുരിഞ്ഞു വരണം. നമ്മൾ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ വാട്ടണേക്കാളും മുന്നേ നമ്മൾ ഇതിലേക്ക് ഇടേണ്ട പൊടികളൊക്കെ നമ്മൾ അടുത്ത് കൊണ്ടുവയ്ക്കണം. എങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് ഇടാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ ഇതിലേക്ക് പൊടികളായിട്ട് എടുത്തേക്കണത് മുളക് പൊടിയും അച്ചാർ പൊടിയും കായംപൊടിയും ഉലുവാപ്പൊടിയൊക്കെയാണ് നമ്മളിവിടെ പൊടികളായിട്ട് എടുത്തേക്കണത്. അതെല്ലാം നമ്മൾ അടുത്തെടുത്ത് വെച്ചതിന് ശേഷമായിരിക്കണം നമ്മൾ ഉണ്ടാക്കാൻ തയ്യാറാവേണ്ടത്. നമ്മുടെ കൂട്ട് നന്നായി മുരിഞ്ഞ് വരുമ്പോൾ നമ്മൾ ആദ്യം ഇടേണ്ടത് മുളക് പൊടിയാണ്. നമുക്കിവിടെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ഇടാം. എന്നിട്ട് കുറച്ച് കായംപൊടി എന്ന് പറയുമ്പോൾ 1 ടീസ്പൂൺ ഒക്കെ മതിയാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട അച്ചാർ പൊടി ഇടാം. അച്ചാർ പൊടി എന്ന് പറയുമ്പോൾ ഒരു 2 ടീസ്പൂൺ കണക്കിന് നമുക്ക് അച്ചാർ പൊടി ഇടാം. എന്നിട്ട് പിന്നെ നമ്മൾ ഒഴിക്കുന്നത് വിനാഗിരിയാണ്. വിനാഗിരി ഇപ്പം നമുക്ക് ചാറ് എന്തോരം വേണം ആ ആവശ്യത്തിനുള്ള ചാറനുസരിച്ചാണ് നമ്മൾ വിനാഗിരി ചേർക്കേണ്ടത്. അതിൻ്റെ വിനാഗിരി ചേർത്തതിന് ശേഷം നമ്മളിവിടെ ഉപ്പിലിട്ട് വെച്ചേക്കണ നെല്ലിക്കയാണ്. ഇതൊരു 1 മാസമൊക്കെ മുന്നേ ഉപ്പിലിട്ട് നന്നായി ഉപ്പ് പിടിച്ച നെല്ലിക്കയാണ്. നമ്മൾ ഉപ്പിലിട്ട് വെച്ച നെല്ലിക്ക അച്ചാറിടുമ്പോൾ എന്തോരം നാൾ വേണമെങ്കിൽ കേടാവാണ്ടിരുന്നോളും. പിന്നെ അത് മാത്രമല്ല അച്ചാറിൽ വേഗം ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് കുറച്ച് ഉലുവാപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കണം. ഉലുവാപ്പൊടി ഇടണം എന്തിട്ടാന്ന് വെച്ചാൽ നമ്മുടെ ചാറ് നന്നായി കുറുകി നല്ല ഗ്രേവി നല്ല കട്ടിയായിട്ട് കിട്ടും. നമ്മൾ അച്ചാർ ഇടുമ്പോൾ ഗ്രേവി ഇപ്പോൾ വെള്ളം പോലെ ഇരുന്നാലും ഉലുവാപ്പൊടി ഇടുമ്പോൾ അത് നല്ല ഗ്രേവി നല്ല കട്ടിയായിട്ട് ഇരുന്നോളൂ കേട്ടോ. ഇപ്പം വെള്ളം കൂടിയെന്നോർത്ത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉലുവാപ്പൊടി ഇടുന്നതുകൊണ്ട് തന്നെ ഗ്രേവി നല്ല തിക്കായിട്ട് വന്നോളൂ. ഇപ്പം നമുക്ക് ചാറ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഉപ്പിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവസാനം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പം അത് കുഴപ്പമില്ല. അത് നമ്മുടെ ഇഷ്ടം പോലെ എന്താ പറയുക, നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. ചിലർക്ക് ചാറ് കൂടുതൽ വേണം, ചിലർക്ക് നല്ല തിക്കായിട്ട് വേണം, ചിലർക്ക് ഉപ്പ് കൂടുതൽ വേണം, ചിലർക്ക് അത്ര ഉപ്പ് പാടില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇടാൻ പറ്റും. അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. നമ്മൾ കഞ്ഞിയൊക്കെ കഴിക്കുമ്പോൾ ഒരു ചെറിയ കഷ്ണം അച്ചാറ് മതി നമുക്ക് കഞ്ഞി കുടിക്കാൻ. അത്ര ടേസ്റ്റി ആയിരിക്കും. ഇത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അച്ചാറാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ ചൊറുക്ക് വയ്ക്കണാലും എന്തോരം നാൾ വേണമെങ്കിൽ അച്ചാർ കേടാവാണ്ടിരുന്നോളും. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ലല്ലോ.